നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നൊരു സംഭവം പ്രതീക്ഷിച്ചില്ല അടിപൊളിയായി വന്നാൽ അതിൻ്റെ അത്രയില്ലേ അത് വേറെ തന്നെ. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവായ രീതിയുണ്ട്. പണ്ടത്തെ കാര്യമായിട്ട് പറയുന്നത് ഒരു 20 വർഷമൊക്കെ മുമ്പ് വീടൊക്കെ വെക്കാൻ ഇന്നത്തെ പോലെ കുറഞ്ഞ സ്ഥലമൊന്നുമല്ല ഉണ്ടാവുക. 20-25 സെൻറ്റ് നാളെയൊക്കെ സമ്പാദ്യം എന്നുള്ള ഉദ്ദേശത്തിൽ തേക്കും തൈകൾ കൊണ്ട് നടും. അത് കാതലായി കഴിഞ്ഞാൽ മുറിച്ച് വിറ്റാൽ നല്ല വില കിട്ടുമല്ലോ. ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇതിൻ്റെ ചില്ലകൾ വെട്ടി നീക്കും. വളമൊന്നുമില്ലാതെ നീളത്തിൽ വളർന്നു വരാൻ വേണ്ടിയാണ്. ഇതിന് പറയാ തോല് വെട്ടാന്നാണ്. അങ്ങനെ ഒരു തോലുവെട്ടൽ പരിപാടിയിലാണ് ഈ കമ്പൻ്റെ കണ്ടുപെടുന്നത്. കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി. 1 വർഷത്തിലേറായി ഇതെൻ്റെ കയ്യിലെ. ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ, ചെയ്യണമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും പിന്നീടേക്ക് മാറ്റിയേക്കും. പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. പക്ഷെ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വീഡിയോസിന് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ആളുണ്ടായപ്പോൾ ഒക്കെ ഇതിനൊരു ഉന്മേഷമുള്ള. ഫസ്റ്റ് തന്നെ ഞാൻ ഈ വുഡിന്റെ ബാർക്കൊക്കെ ചെത്തി നീക്കി. പിന്നെ ഒരു ബേസ് വേണമല്ലോ. ഞാനതിനായിട്ട് എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ പോരായ്മകളും പിലോട്ട് വെള്ളയിച്ച കാരണം കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാവാതെ അത് പെട്ടെന്ന് തന്നെ ഹാർഡായിപ്പോയി. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ വെള്ളം എടുത്തു, എന്നിട്ട് അതിലോട്ട് POP ആക്കി കാണേ. ഇപ്പം നിങ്ങൾ ഡ്രൈ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുക്കുക, അതിലോട്ട് POP ഇടുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് തിക്നെസ്സിൽ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ സെറ്റായി കിട്ടും. ഇനി വൈറ്റ് സിമെൻ്റൊക്കെ ആണ് യൂസ് ആക്കുന്നതെങ്കിൽ കുറച്ചുകൂടി സെറ്റിങ് ടൈം വേണ്ടി വരും. ഈ കാവിങ് ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കത്തിനാട്ടോ എടുക്കുന്നത്. ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അമ്പലത്തിന് മുന്നേ ഉണ്ടാകുന്ന ആൽത്തറൻ്റെ ഒരു ഷേപ്പിലാണ് എനിക്ക് ആ ബേസ് വേണ്ടത്. ഞാൻ വുഡിലും ഈ ബേസിനൊക്കെ അടിച്ച പെയിൻ്റൊക്കെ നമ്മൾ ക്രാഫ്റ്റ് പെയിൻ്റ് അല്ല കേട്ടോ. ഞാൻ 2 കോട്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിൽ വുഡ് വാർണിഷും അടിക്കുന്നുണ്ട്. ഈ മരത്തിൻ്റെ ഒരു പ്രത്യേക ഷേപ്പാണ്. അതിന് ഹോൾസ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഡ്രില്ല് ചെയ്ത് ഹോൾസ് ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി നമുക്കിത് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാം. ഈ ഫ്ലവർ ഞാൻ വാങ്ങുന്നത് അടുത്തുള്ള സ്റ്റോറിൽ നിന്നാണ്. 200 രൂപ ആയിരുന്നു റേറ്റ് വന്നത്. ആമസോണിൽ നിന്നാണ് ഞാൻ ഈ ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിയത്. ഇതിൻ്റെ കൂടെ ഗ്ലൂ ഗണ്ണും ഉണ്ടായിരുന്നു. പക്ഷെ ഗണ്ണ് പെട്ടെന്ന് തന്നെ കേടുന്നു. നമ്മളവിടെ ചുറ്റും പാടാണ്, അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടാവും. അപ്പം കിടണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ആ പോട്ടിലോട്ട് തിരിവെച്ചത്. ഞാൻ പറഞ്ഞല്ലോ മരത്തിന് ഓൾറെഡി ഹോൾസ് ഉണ്ടെന്ന്. അതിന് ഹോൾസ് ഇല്ലാത്ത ഭാഗത്ത് ഞാൻ അതുപോലെ മാസ്കിൻ്റെ പൊട്ടിക്കും. ഗ്ലൂ ഗണ്ണുകൊണ്ട് സെക്യൂർ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് കളർ ചെയ്യും. ഈ മരക്കമ്പ് എൻ്റെ അടുത്തുനിന്ന് 3 വട്ടം കളവ് പോയിട്ട് തിരിച്ചു കിട്ടിയതാണ്. ഒരിക്കൽ അടുപ്പിലിരുന്ന് കത്തുന്നുണ്ട് ഈ മരക്കമ്പ്. അവിടുന്ന് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. കള്ള വേറായിരുന്നില്ല, നമ്മളപ്പച്ചി തന്നെ. ഈ പെണ്ണത് എന്തിനാ വിറകൊക്കെ സൂക്ഷിച്ച് വെക്കണമെന്നും പറഞ്ഞ് കുറേ കളിയാക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക.